സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചില സമയത്തൊക്കെ. ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുഖ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ്. മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ. പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കായും മാംസത്തിനുമായാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു പോരുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നും എഐക്കൊക്കെ ഒരു പരിധിയില്ലേ എന്ന്. കാരണം അത്രമാത്രം യാഥാർത്ഥ്യമായിട്ടാണ് ആ വീഡിയോ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അധികം ആർക്കും കത്താത്ത ഒരു ഐഡിയ ആണെന്നുള്ളത് അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച തല ആരുടെയായിരുന്നു? ശ്രീമോട്ടത്തല. കമന്റ് ബോക്സുകളിൽ വന്നിട്ട് ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട്, ഷീതുപ്പുന്ന ദിനോസർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രെൻഡ് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ ആലോചിച്ചു നമുക്ക് അതിനെ ഒന്ന് ഇങ്ങനെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം കിസാൻ കൃഷി ദീപം ആ ഒരു കർഷക ഡോക്യുമെന്ററി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റിൽ ഒത്തിരി വിളികൾ വന്നിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഒത്തിരി പേര് വിശ്വസിച്ച് വിളിച്ച ആൾക്കാരുണ്ടായിരുന്നു. മോള് വന്നോണ്ടിരിക്കും. ദിനോസറിന്റെ മുട്ട കിട്ടുന്നുണ്ടെന്ന് കേട്ടു ഇവിടെ. ചേട്ടാ അതെ, മുട്ട ഉണ്ട്, പക്ഷെ തീർന്നിരിക്കുക. ആണോ? എപ്പോ കിട്ടും ചേട്ടാ അടുത്ത മുട്ട? ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് നോക്കാം ചേട്ടാ, നാളെ രാവിലത്തേക്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ പണ്ടത്തെ ക്ലാസ്സിലെ വികൃതി കൂട്ടുകാർ ഒന്നിച്ചു. അതിനുശേഷം അവരൊരു ചെറിയ വികൃതി ചെയ്തു. ആ വികൃതിയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.